പാർലമെന്റിൽ വലിയ ബഹളത്തോടുകൂടിയാണ് തുടങ്ങിയത്. പാർലമെന്റ് ലോക്സഭ ഇപ്പോൾ പിരിയുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഇനി ലോക്സഭ ചേരുക. 12 മണി വരെ സഭ പിരിഞ്ഞിരിക്കുന്നു. प्रश्नकाल के बाद जब भी माननीय सदस्य चाहेंगे, जब उनको बोलने का पूरा अवसर देगा, हम अवसर देंगे। लीडर ऑफ अपोजिशन हो या माननीय सदस्य हो, हर माननीय सदस्य को पूर्ण रूप से अवसर दिया जाता है. हम अवसर ബസന്ത് എല്ലാവർക്കും സംസാരിക്കാൻ അവസരം നൽകും എന്നാണ് സ്പീക്കർ പറഞ്ഞത്. പിന്നെയും പക്ഷേ ബഹളത്തെ തുടർന്ന് നിർത്തേണ്ടി വരികയായിരുന്നു. ദിവിഷ, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ വീണ്ടും സംസാരിക്കാൻ അനുവദിക്കണം. അതായത് കഴിഞ്ഞ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള സ്പീക്കറുടെ ആ പരാമർശത്തിന്മേൽ വിശദീകരണം വേണം എന്നുള്ളതാണ്, അതിന് നൽകാൻ അവസരം നൽകണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ സഭ നടത്താൻ തയ്യാറാകാൻ സ്പീക്കർ തയ്യാറായില്ല. ചോദ്യോത്തര വേളയിൽ എല്ലാവർക്കും അവസരം വേണം, അത് പ്രതിപക്ഷ നേതാവിന് മാത്രം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയ ശേഷം സഭ നടത്താമെന്നുള്ള നിലപാടായിരുന്നു. അതിനോട് സ്പീക്കർ യോജിച്ചില്ല. ഇന്ന് ഉച്ചതിരിഞ്ഞ പൊതു ബജറ്റ് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ഈ പൊതു ബജറ്റിന്മേൽ മിക്കവാറും പ്രതിപക്ഷം സഹകരിക്കുമെന്നുള്ള സൂചനയാണ് ഇന്ന് രാവിലെ ഇന്ത്യ സഖ്യത്തിൽ വന്ന കോൺഗ്രസ് ഒഴിച്ചുള്ള മറ്റു പാർട്ടികൾ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളതും സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം വേണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് വന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ വീണ്ടും ധർണ നടത്തുന്നുണ്ട്. ശരി, ഈ പീയൂഷ് ഗോയലുമായി ബന്ധപ്പെട്ട അവകാശ ലംഘനത്തിലുള്ള നോട്ടീസ് കൂടി ഉണ്ടല്ലോ, എന്താണ് അതിന്റെ വിവരങ്ങൾ? അത് രാജ്യസഭയിലാണ് പീയൂഷ് ഗോയലിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭ ചേരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു വലിയ കരാറിനെ കുറിച്ച് പാർലമെന്റിൽ അറിയിക്കാതെ സഭയ്ക്ക് പുറത്ത് പ്രഖ്യാപനം നടത്തിയത് ചട്ടങ്ങളുടെ ലംഘനം എന്നുള്ള ഒരു ആരോപണമാണ് തിരുച്ചി ശിവ DMK അംഗം ഇപ്പോൾ നോട്ടീസിൽ അവകാശ ലംഘന നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്നത്.